നമസ്കാരം, സന്ദീപാണ്, കമ്പനി സെക്രട്ടറി. ഇന്നത്തെ ഡൈനാമിക് ആയിട്ടുള്ള ബിസിനസ് മാർക്കറ്റിൽ കമ്പനി സെക്രട്ടറിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഇന്ന് ഇന്ത്യയിൽ അറൗണ്ട് 2.5 മില്യൺ കമ്പനീസ് ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. അതിൽ തന്നെ അറൗണ്ട് 1 മില്യൺ എബോവ് കമ്പനീസിൽ മാൻഡേറ്ററി ആയിട്ട് കമ്പനി സെക്രട്ടറിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ പാസ്സായ കമ്പനി സെക്രട്ടറീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അറൗണ്ട് 80,000 ആണ്. സോ അവിടെ തന്നെ നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കാവുന്നതാണ്. സോ അത്രയും ഡിമാൻഡ് ഉള്ളതിനെ കൊണ്ട് തന്നെ ഇന്ന് ഗ്രാജുവലി കമ്പനി സെക്രട്ടറീസ് എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിന് അനിവാര്യമായ രീതിയിൽ ഈ ഒരു കോഴ്സിൻ്റെ സിലബസിനും സബ്ജക്ട്സിനും ചേഞ്ചസ് വരാറുണ്ട്. സോ അങ്ങനെ ചേഞ്ചസ് വന്ന ഓൾഡ് സിലബസും ന്യൂ സിലബസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ, ഡിഫറൻസ് ഇൻ സബ്ജക്ട്. സെക്കൻഡ് വൺ, ഡിഫറൻസ് ഇൻ എക്സാം പ്രിപ്പറേഷൻ ആൻഡ് പാസിംഗ് ക്രൈറ്റീരിയ. ദെൻ ലാസ്റ്റ് വൺ, എക്സാം പ്രിപ്പറേഷൻ. കമ്പനി സെക്രട്ടറീസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലെ പാർട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും നമുക്ക് 2 മൊഡ്യൂളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. നേരത്തെ നമുക്ക് 2 മൊഡ്യൂൾ 4 പേപ്പർ വെച്ചിട്ടുള്ള 2 മൊഡ്യൂളായിരുന്നു. ഇപ്പോൾ നമ്മൾ ന്യൂ സിലബസിലോട്ട് വരുന്ന സമയത്ത് 2 മൊഡ്യൂളിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ 4 പേപ്പേഴ്സും സെക്കൻഡ് മൊഡ്യൂളിൽ 3 പേപ്പേഴ്സാണ് ഉള്ളത്. സോ ഫസ്റ്റ് മൊഡ്യൂളിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് വരുന്ന JIGL എന്ന് പറഞ്ഞ പേപ്പറിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഫസ്റ്റ് മൊഡ്യൂളിൽ അതേപോലെ തന്നെയാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ന്യൂ സിലബസിലുണ്ട്. സെക്കൻഡ് സബ്ജക്റ്റായ കമ്പനി ലോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പേപ്പറാണ് കമ്പനി ലോ എന്ന് പറയുന്നത്. സോ അതിൽ നമ്മളെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സും കൂടി ഡിസ്കസ് ചെയ്യുന്ന ഒരു പാർട്ട്, പ്രാക്ടിക്കൽ ആസ്പെക്ട്സും കൂടി കവർ ചെയ്യുന്ന ഒരു ഭാഗം വന്നിട്ടുണ്ട്. സോ നമ്മളെ മെയിൻ പേപ്പർ ആയതിനെ കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അതിൽ എക്സ്പേർട്ട് ആയി വരേണ്ട ഒരു പാർട്ട് ആയതിനെ കൊണ്ട് ബേസ് ലെവലിലെ നമ്മളത് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാന്നുള്ളൊരു ടെസ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. തേർഡ് സബ്ജക്റ്റായ സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് ആൻഡ് ക്ലോഷർ എന്നതിന് പകരം ന്യൂ സിലബസിലോട്ട് വരുന്ന സമയത്ത് സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. അതിൽ സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ്സിന് 60 മാർക്സിനും ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോ എന്ന് പറയുന്നത് 40 മാർക്സുമാണ് കവർ ചെയ്യുന്നത്. നമ്മൾ ഓൾഡ് സിലബസിൽ ഉണ്ടായിരുന്ന ടാക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ മൊഡ്യൂൾ 2 കൊണ്ടുപോയി. പകരം ഇവിടെ പുതിയതായിട്ട് വന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഇതിൽ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് 60 മാർക്സിനും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 40 മാർക്സിനുമാണ്. മൊഡ്യൂൾ സെക്കൻഡിൽ 3 പേപ്പേഴ്സാണുള്ളത്. ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റി ലോ. ഓൾഡ് സിലബസിലെ സെക്യൂരിറ്റി ലോ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ന്യൂ മൊഡ്യൂളിലോട്ട് വരുന്ന സമയത്ത് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റി ലോ ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് 40 മാർക്സിനും സെക്യൂരിറ്റി ലോ 60 മാർക്സിനുമാണ്. ആദ്യം ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചതിന് ശേഷം സെക്യൂരിറ്റി ലോസിനെ പറ്റി പഠിക്കാന്നുള്ളത് ഒരു റീഅറേഞ്ച് ചെയ്തു. സെക്കൻഡ് സബ്ജക്ട് എക്കണോമിക്, കൊമേഴ്ഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ. ഓൾഡ് സിലബസിലെ EBCLന് പകരമുള്ള പേപ്പറാണ്. എക്കണോമിക് ആൻഡ് കൊമേഴ്ഷ്യൽ ലോ എന്ന് പറയുന്നത് 60 മാർക്സിനും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ 40 മാർക്സിനുമാണ് ഇവിടെ കവർ ചെയ്യുന്നത്. തേർഡ് സബ്ജക്ട് ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്. ഓൾഡ് സിലബസിലെ ടാക്സ് ലോ എന്ന് പറഞ്ഞ പേപ്പർ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് ആണ്. അതിൽ DT 60 മാർക്സിനും ഇൻഡയറക്ട് ടാക്സ് IDT നമുക്ക് 40 മാർക്സിനുമാണ്. സെക്കൻഡ് പോയിന്റിലോട്ട് വരുന്ന സമയത്ത് ഡിഫറൻസ് ഇൻ എക്സാം പാറ്റേൺ ആൻഡ് പാസിംഗ് ക്രൈറ്റീരിയ ആണ്. നമ്മളെ ഓൾഡ് സിലബസിൽ ഉണ്ടായിരുന്ന MCQ പേപ്പേഴ്സ് എല്ലാം ന്യൂ സിലബസിലോട്ട് വരുന്ന സമയത്ത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. കുറച്ചും കൂടി സ്കോറിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന നെഗറ്റീവ് മാർക്സ് എന്ന കൺസെപ്റ്റ് ഇവിടെ ന്യൂ പാർട്ടിലില്ല. കൂടുതൽ സ്റ്റുഡൻസും ചോദിച്ചു വരുന്നതാണ് എക്സാം പാസിംഗ് ക്രൈറ്റീരിയനെ പറ്റിയിട്ട്. അവിടെ നമുക്ക് മെയിനായിട്ട് ചേഞ്ച് വന്നത് നേരത്തെ ഉണ്ടായിരുന്ന 4 പേപ്പേഴ്സ് വെച്ചിട്ടുള്ള 2 മൊഡ്യൂൾസ് അത് നമുക്ക് ഈ ന്യൂ സിലബസിലോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ 4 പേപ്പേഴ്സും സെക്കൻഡ് മൊഡ്യൂളിൽ 3 പേപ്പേഴ്സും ആണ്. ആ ഫസ്റ്റ് മൊഡ്യൂളിലെ 4 പേപ്പേഴ്സിന് ഈച്ച് സബ്ജക്ട് പാസ്സാവാൻ വേണ്ടിയിട്ട് 40% മാർക്ക്, അതായത് 100ൽ 40 മാർക്സും ദെൻ അഗ്രിഗേറ്റ് ബേസ് ചെയ്യുന്ന സമയത്ത് 400ൽ 200 മാർക്സും നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ എടുക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന 4 പേപ്പേഴ്സ് 3 പേപ്പേഴ്സ് ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. സോ അവിടെ നമുക്ക് ഈച്ച് സബ്ജക്ട് പാസ്സാവാൻ സെയിം ആണ് 40%, അഗ്രിഗേറ്റ് 300ന് 150 ആണ് വേണ്ടത്. പലരും ചോദിക്കുന്നത് 300 ആണെങ്കിലും നമുക്ക് 200 വേണമെന്നുള്ള ഡൗട്ടൊക്കെ ചോദിച്ചു കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അഗ്രിഗേറ്റ് സെയിം റൂളാണ്. ഈച്ച് സബ്ജക്ട് 40%, അഗ്രിഗേറ്റ് 50%. അതിലൊരു ചേഞ്ചസും ഇല്ല. ഫൈനൽ പോയിന്റ് ആയ എക്സാം പ്രിപ്പറേഷൻ ഞാൻ ബേസിക്കലി സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഗ്രൂപ്പ് ആണെന്നുള്ളതാണ്. കാരണം നമ്മളൊരു ബേസ് നമ്മളെ എല്ലാ പാർട്ടിലും മെയിൻ ആയിട്ട് വരുന്നത് കമ്പനിയിലോ ആയാലും നമ്മളെ ബേസ് ആയിട്ടുള്ള സബ്ജക്ട്സ് വരുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വെൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടും. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ അറ്റൻഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി പ്രിഫറബിളി ബെറ്റർ എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ഓപ്ഷൻ. സോ ഇൻ ജനറൽ ഓൾഡ് സിലബസിന് ന്യൂ സിലബസ് ആണെങ്കിലും നമ്മൾ ഇടേണ്ട എഫേർട്ട് ആണെങ്കിലും ഹാർഡ് വർക്ക് ആണെങ്കിലും ഈ ICSEയുടെ സ്റ്റാൻഡേർഡ് ആണെങ്കിലും എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ന്യൂ സിലബസിലോട്ട് വരുന്ന സമയത്ത് ഓൾഡ് സിലബസിലെ ആളുകൾ ന്യൂ സിലബസിലോട്ട് വരുന്ന സമയത്ത് ഈ ചേഞ്ചസ് എന്താണ്, ഈ ഡിഫറൻസ് എന്താണ്, അതൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോനെ കൊണ്ട് ഉദ്ദേശിച്ചത്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.